അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 2025 നെതർലാൻഡിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ ഒരു പുതിയ വെളിപ്പേര് കിട്ടി. ഇത് പെട്ടെന്ന് തന്നെ വൈറലായി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ നടപ്പാക്കുന്നതിൽ അമേരിക്കയുടെ പങ്ക് ചർച്ച ചെയ്യുന്നതിനിടെയാണ് സംഭവം. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ട്രംപിൻ്റെ ശക്തമായ പ്രസ്താവനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഡാഡി എന്ന് വിളിച്ചു. ട്രംപ് ഇരു രാജ്യങ്ങളെയും, അതായത് ഇസ്രായേലിനെയും ഇറാനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. അവർ ഒരുപാട് കാലമായി യുദ്ധം ചെയ്യുകയാണ്, അവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ട്രംപിൻ്റെ ഈ പ്രസ്താവനയോട് റൂട്ടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഡാഡിക്ക് ചിലപ്പോൾ അവരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി കടുത്ത ഭാഷ ഉപയോഗിക്കേണ്ടി വരും എന്നാണ്. ഈ തമാശ കേട്ട് മാധ്യമപ്രവർത്തകരും ട്രംപിൻ്റെ ടീമിലെ അംഗങ്ങളും ചിരിച്ചു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് ഒരു പത്രസമ്മേളനത്തിൽ സ്കൈ ന്യൂസ് റിപ്പോർട്ടർ ട്രംപിനോട് ഒരു ചോദ്യം ചോദിച്ചു. നാറ്റോ സഖ്യകക്ഷികളെ ട്രംപ് സ്വന്തം കുട്ടികളെ പോലെയാണോ കാണുന്നത് എന്നായിരുന്നു ആ ചോദ്യം. ചിരിച്ചുകൊണ്ട് ട്രംപ് മറുപടി നൽകിയത്, എന്നെ ഇഷ്ടമായത് കൊണ്ടായിരിക്കാം റൂട്ടെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ്. എന്നാൽ വൈറ്റ് ഹൗസ് ഈ നിമിഷത്തെ ആഘോഷമാക്കുകയായിരുന്നു. ട്രംപിൻ്റെ ഉച്ചകോടിയിലെ ദൃശ്യങ്ങൾ ചേർത്ത് യൂസറിൻ്റെ ഹേ ഡാഡി എന്ന പാട്ടിനൊപ്പം ഒരു വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡാഡി വീട്ടിലെത്തിയെന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ ഷെയർ ചെയ്തത്. ഉച്ചകോടിക്ക് ശേഷം റൂട്ടെ റോയിറ്റേഴ്സ് നൽകിയ അഭിമുഖത്തിൽ താൻ ഡാഡി എന്ന് വിളിച്ചതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുമുണ്ട്. താൻ ട്രംപിനെ വ്യക്തിപരമായി അങ്ങനെ വിളിച്ചില്ലെന്നും നാറ്റോ സഖ്യത്തിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ എങ്ങനെ കാണുന്നു എന്ന് പറയാനാണ് ആ വാക്ക് ഉപയോഗിച്ചതെന്നും റൂട്ടെ വ്യക്തമാക്കി. യൂറോപ്പിൽ ചില രാജ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, മാർക്ക്, US ഞങ്ങളോടൊപ്പം ഉണ്ടാകുമോ? ഇത് കേൾക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി അച്ഛനോട് ചോദിക്കുന്ന പോലെ തോന്നും. അച്ഛാ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമോ? ആ അർത്ഥത്തിലാണ് ഞാൻ ഡാഡി എന്ന വാക്ക് ഉപയോഗിച്ചത്. ഞാൻ പ്രസിഡന്റ് ട്രംപിനെ അങ്ങനെ വിളിച്ചതല്ല എന്നും റൂട്ടെ കൂട്ടിച്ചേർത്തു. ഈ ഉപമയിൽ മറ്റ് നാറ്റോ അംഗങ്ങൾ കുട്ടികളെ പോലെയാണോ എന്ന് ചോദിച്ചപ്പോൾ റൂട്ടെ അതിനും മറുപടി നൽകി. അവർ വളർന്നു എന്നും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും റൂട്ടെ പറഞ്ഞു. പല രാജ്യങ്ങളും പ്രതിരോധ ചെലവിൽ അമേരിക്കയ്ക്കൊപ്പം എത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇത് സഖ്യത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ ട്രംപിന് കിട്ടിയ ഈ വെളിപ്പേര് ഒരു തമാശയായി തുടങ്ങി പിന്നീട് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഡാഡി എന്ന വിളി കേട്ട് ട്രംപ് സന്തോഷിച്ചത് അദ്ദേഹത്തിൻ്റെ ശക്തിയും അതേസമയം അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് എളുപ്പം സ്വാധീനിക്കാൻ കഴിയുമെന്നതും വെളിവാക്കുന്നുവെന്ന ആരോപണമുണ്ട്. ഈ വിളി അദ്ദേഹത്തിന് ഒരു രക്ഷാധികാരിയുടെ പരിവേഷം നൽകി. എന്നാൽ ഇത് അദ്ദേഹത്തെ വൈകാരികപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളായി ചിത്രീകരിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ അംഗീകാരം നേടാൻ ശ്രമിക്കുന്ന വിദേശ നേതാക്കൾക്ക് ഒരു അവസരമാണ്. അടുത്ത ബന്ധങ്ങൾ പ്രധാനമാണെങ്കിലും അമിതമായ പ്രശംസ ആശങ്കയുണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ട്രംപിൻ്റെ മാനസികാവസ്ഥ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും നയതന്ത്രപരമായ അതിരുകളെയും ബാധിക്കുമോ എന്ന ഭയം പലർക്കുമുണ്ട്. ട്രംപിൻ്റെ പ്രതികരണം നാറ്റോയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എങ്ങനെ മാറുന്നു എന്നാണ് കാണിക്കുന്നത്. ഉച്ചകോടി ഒരു രാഷ്ട്രീയ ബാധ്യതയായി കരുതിയാണ് താൻ ആദ്യം പോയതെന്നും എന്നാൽ പിന്നീട് അവിടെയുള്ള നേതാക്കൾക്ക് സഖ്യത്തെയും സ്വന്തം രാജ്യങ്ങളെയും ഏറ്റവും പ്രധാനമായി അമേരിക്കയും വിലമതിക്കുന്നുണ്ടെന്ന് മനസ്സിലായെന്നും ട്രംപ് പറഞ്ഞിരുന്നു. വ്യക്തിപരമായ അംഗീകാരം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ എങ്ങനെ മാറ്റുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ആദ്യ സമ്മേളനത്തിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നാറ്റോ ട്രംപിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.